പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. 2 വേരിയബിളിന്റെ കേസിൽ എങ്ങനെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. പല രീതിയിൽ സോൾവ് ചെയ്യാണ്ട് ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. നമ്മളിവിടെ വേറെ മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണ്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. 2 or more വേരിയബിൾ ഇക്വേഷന് രണ്ടോ അതിലധികം ഇക്വേഷൻ എടുത്താലേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ 2 വേരിയബിൾ ഉണ്ടാവും, എക്സും വൈ. ഇനി 3 വേരിയബിൾ ആണ്, എക്സ് വൈ സെറ്റ്. രണ്ട് ഇക്വേഷൻ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി, ഇക്വേഷൻ 1. ഡി എക്സ് പ്ലസ് ഇ വൈ ഈക്വൽ ടു എഫ്, ദാറ്റ് ഈസ് ഇക്വേഷൻ 2. എ ബി സി ഡി ഇ എഫ് ആർ കോൺസ്റ്റന്റ്, എക്സ് ആൻഡ് വൈ ആർ അൺനോൺ വേരിയബിൾ. നമുക്കറിയാം എക്സിന്റെ വൈന്റെ വാല്യൂ ആണ് നമ്മളവിടെ കാണേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ് പ്ലസ് 2y is equal to 4, 3x minus 5 equal to 5, y is equal to 5. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യാം, x is equal to x, ഈ 2y ഇങ്ങോട്ടുണ്ട്, x equal to 4 minus 2y. ഇനി x is equal to 4 minus 2y ഏതിലേക്ക് സോൾവ് ചെയ്യാം, ഈ ഇക്വേഷൻക്ക് സോൾവ് ചെയ്യാണ്, രണ്ടാമത്തെ ഇക്വേഷൻക്ക് സോൾവ് ചെയ്യാണ്. അത് രണ്ടാമത്തെ ഇക്വേഷൻക്ക് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 3 into 4 minus 2y minus y is equal to 5. അതെന്ത് ചെയ്ത് 3 into 4 12, 3 into minus 2y minus 6y minus y equal to 5. 12 is equal to minus 7y. നോക്കിയാ, ഇനി minus 7y is equal to ഈ 12 ഇങ്ങോട്ട് പോയി, അപ്പൊ minus 12y. അപ്പൊ എന്തായി, minus 7y is equal to minus 7, that is equal to y equal to minus 7 divided by minus 7 is equal to 1. അപ്പൊ y ന്റെ വാല്യൂ എത്ര, 1. ഈ y ന്റെ വാല്യൂ 1 ഉള്ളത് എന്ത്, x equal to നമ്മൾ ആദ്യം തന്ന x equal to ഇവിടുന്ന് കിട്ടിയ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പൊ എന്താ കിട്ടുക, x equal to 4 minus 2 equal to 2. ഇനി എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യാറുള്ളത് രണ്ട് ഇക്വേഷന്റെ ഏതെങ്കിലും ഒരു വേരിയബിളിന് മുന്നുള്ള കോൺസ്റ്റന്റ് ഈക്വൽ ആക്കും. 3x plus 2y is equal to 16, 5x minus 3y equal to 7. ഇവിടെ നമുക്ക് ഈക്വൽ ആക്കണം, നമ്മൾ ഇവിടെ ആക്കാൻ ഉദ്ദേശിക്കണം y ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കാം. ഈ സാധനം കൊണ്ട് നമ്മൾ y ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 3 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷന്റെ ഈ 3 കൊണ്ട് ഇതിനെ ഗുണിക്കാം, ഈ 2 കൊണ്ട് എന്ത് ചെയ്യാം, ഇതിനെയും ഗുണിക്കാം, ഈ ഇക്വേഷനെ ഗുണിക്കാം, ഇതിനെ ഗുണിക്കാം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ടുമാണ് ഗുണിക്കുന്നത്. നമ്മൾ y ആണ്, ഇനിയിപ്പോ നമ്മൾ x ആണ് ഈക്വൽ ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 5 കൊണ്ടാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഇൻഡ് ചെയ്യേണ്ടത്, 3 കൊണ്ടാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി രണ്ട് സെയിം ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതിന് നമ്മൾ ഇൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9x plus 6y is equal to 48 എന്ന് കിട്ടും. 10x minus 6y equal to 14 കിട്ടും. ഇവിടെ ഒന്ന് പ്ലസും മറ്റൊന്ന് മൈനസും ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ പ്ലസ് ചെയ്യണം. ഇവിടെ ഈ 6yക്ക് ഇവിടെ പ്ലസ് 6y ആണെങ്കിൽ നമ്മൾ മൈനസ് ആക്കിയാണ്. അപ്പൊ ഇത് രണ്ടും ഇത് ചെയ്യുമ്പോൾ എന്താവും, 9x plus 6y equal to 48, 10x minus 6y equal to 14. അപ്പോൾ 9x plus 10x രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്താൽ 19x കിട്ടും. 6y plus minus 6y 0 ആയി പോയി, 48 plus 14 62, 19x is equal to 62. Then x is equal to 62 divided by 9, 19, 3.26 കിട്ടും. ഈ 3.26 നമ്മളെ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന്റെ സ്ഥലത്ത് 3 into 3.26 plus 2y equal to 16. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ y ന്റെ വാല്യൂ നമുക്ക് 3 something കിട്ടും, 3.11 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.